നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൊമാലിയൻ തീരത്ത് കാമറൂൺ പതാക ഘടിപ്പിച്ച MV ലുത്തൂഫ് എന്ന ചരക്ക് കപ്പൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത സംഭവത്തിൽ ദുരൂഹതയും സർവത്ര അനിശ്ചിതത്വവും പുകയുന്നു. ചൊവ്വാഴ്ച കടൽ കൊള്ളക്കാർക്കായി സൊമാലിയയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഗാത്ത് എന്ന ലഹരി ഉത്തേജക വസ്തു എത്തിച്ചു നൽകിയ 2 പ്രദേശവാസികൾ നിഗൂഢമായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് പ്രദേശം അടിയന്തര യുദ്ധസമാന അന്തരീക്ഷത്തിലേക്ക് നീങ്ങിയത്. 6 ഇന്ത്യക്കാരടക്കം 10ഓളം ജീവനക്കാർ ബന്ദികളാക്കപ്പെട്ട കപ്പലിന് ചുറ്റും ഡ്രോണുകളും പോർവിമാനങ്ങളും വട്ടമിടുമ്പോഴും സൊമാലിയൻ തീരത്ത് നിന്നുള്ള വാർത്തകൾ തികച്ചും ആശങ്കാജനകമാണ്. കടൽ കൊള്ളക്കാർക്ക് ഗാത്ത് എത്തിച്ചു നൽകി കരയിലേക്ക് തിരികെ മടങ്ങുകയായിരുന്ന ചെറിയ ബോട്ടിന് നേരെയാണ് അപ്രതീക്ഷിതമായി വ്യോമാക്രമണം ഉണ്ടായത്. ബോട്ടിലുണ്ടായിരുന്ന 2 പേരും സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. എന്നാൽ ഈ മാരകമായ വ്യോമാക്രമണം നടത്തിയത് ആരാണ് എന്നതിനെ കുറിച്ചോ കൊല്ലപ്പെട്ടവർക്ക് കപ്പൽ റാഞ്ചിയ കൊള്ളക്കാരുമായി നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ചും ഇതുവരെ ഒരു സ്ഥിരീകരണവുമില്ല. വ്യോമാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏത് രാജ്യത്തിന്റെയോ സഖ്യസേനയുടെയോ സൈന്യമാണെന്ന് വ്യക്തമാക്കാത്തതും അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര അനിശ്ചിതത്വങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മേഖലയിൽ നാവികസേനാ സാന്നിധ്യമുള്ള ഏതെങ്കിലും ശക്തികളാണോ അതോ നിരീക്ഷണത്തിലെത്തിയ മറ്റ് സേനകളാണോ ആക്രമണത്തിന് പിന്നിൽ എന്ന ചോദ്യത്തിനും തുർക്കി അധികൃതരും ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അങ്കാറ പാലിക്കുന്ന ഈ നിഗൂഢമായ മൗനം കപ്പലിലുള്ള ഇന്ത്യക്കാരായ 6 ജീവനക്കാരുടെ കുടുംബങ്ങളിലും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കപ്പലിലെ വാർത്താവിനിമയ ബന്ധങ്ങൾ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. പോളാർ മൂവ്മെന്റ് ഷിപ്പിന്റെ ഉടമസ്ഥതയിലുള്ള MV ലുത്തൂഫ് മൊഗാദിഷുവിലെ തുർക്കി സൈനിക പരിശീലന കേന്ദ്രങ്ങളിലേക്കുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങളും അത്യാധുനിക സാറ്റലൈറ്റ് വാർത്താവിനിമയ ഉപകരണങ്ങളുമായി സഞ്ചരിക്കുമ്പോഴാണ് കടൽ കൊള്ളക്കാരുടെ വലയിലാകുന്നത്. പൻലാൻഡിലെ ഐൽ ജില്ലയിലുള്ള മരയ്യ തീരത്ത് നിന്ന് 3.5 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആക്രമണമുണ്ടായത്. സൈനിക ആയുധങ്ങൾ നിറച്ച കപ്പൽ കൊള്ളക്കാരുടെ കൈകളിൽ അകപ്പെട്ടത് അന്താരാഷ്ട്ര കടൽപാതയിൽ വൻ സുരക്ഷാ ഭീഷണിയായി മാറിയിട്ടുണ്ട്. കപ്പൽ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന 10 അംഗ സംഘത്തിൽ 6 ഇന്ത്യൻ നാവികർക്ക് പുറമെ ഒരു തുർക്കി പൗരനും ഒരു ജോർജിയൻ പൗരനും 2 സെർബിയൻ ആംഡ് സെക്യൂരിറ്റി ഗാർഡുകളുമാണുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ 26-ന് MV സ്വാഡ് എന്ന കപ്പൽ തട്ടിക്കൊണ്ടുപോയ അതേ ക്രൂരന്മാരായ കൊള്ളക്കാരുടെ സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് സൊമാലിയൻ സുരക്ഷാ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം. വൻതുക മോചനദ്രവ്യം ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ കപ്പലിലെ പൻലാൻഡിലെ ബങ്കോരായ ജില്ലയിലെ ഗാർമാൽ തീരത്തേക്ക് കൊള്ളക്കാർ മാറ്റിയതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കപ്പലിന് തൊട്ടടുത്ത് തന്നെ തുർക്കിയുടെ 2 യുദ്ധക്കപ്പലുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ തുർക്കിഷ് സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകളും അത്യാധുനിക ഡ്രോണുകളും പ്രദേശത്ത് നിരന്തരം നിരീക്ഷണം നടത്തുന്നുണ്ട്. സൈനിക സാന്നിധ്യം ശക്തമാണെങ്കിലും ബന്ദികളുടെ ജീവന് ഭീഷണിയാകുമെന്നതിനാൽ നേരിട്ടുള്ള കമാൻഡോ ഓപ്പറേഷനാണ് തടസ്സങ്ങൾ ഏറെ. സാധാരണയായി വൻ തുക മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന സൊമാലിയൻ കൊള്ളക്കാർ ബന്ദികളാക്കിയ കപ്പലിനുള്ളിൽ വെച്ച് തങ്ങളുടെ ശീലമായ ഗാത്ത് ഉപയോഗിക്കാറുണ്ട്. ഈ ലഹരി വസ്തു എത്തിക്കാൻ കരയിൽ നിന്നുള്ള പ്രാദേശിക സഹായവും ഇവർ തേടാറുണ്ട്. എന്നാൽ ഗാത്ത് എത്തിച്ച ബോട്ടിന് നേരെ നടന്ന ക്രൂരമായ ബോംബാക്രമണം ഈ കപ്പൽ റാഞ്ചലിന് കേവലം മോചനദ്രവ്യത്തിനപ്പുറം ശക്തമായ ഭൗമ രാഷ്ട്രീയ നിഗൂഢതകൾ ഉണ്ടെന്ന സംശയം വർദ്ധിപ്പിക്കുന്നു. ആക്രമണത്തിന്റെ ഭീതിയിൽ കപ്പലിലെ ആയുധ ശേഖരം കൊള്ളക്കാർ തുറക്കാൻ ഇടയായാൽ അത് മേഖലയിൽ വലിയ ദുരന്തത്തിന് വഴിവെക്കും. ഈ സാഹചര്യത്തിൽ ബന്ദികളായ ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഡിപ്ലോമാറ്റിക് തലത്തിലും നാവികസേന തലത്തിലും അടിയന്തര ഇടപെടലുകൾക്കുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. തുർക്കി സൈന്യത്തിനായുള്ള തന്ത്രപ്രധാനമായ ഉപഗ്രഹ ഉപകരണങ്ങളും മാരക ആയുധങ്ങളും സൊമാലിയയിൽ കടൽ കൊള്ളക്കാരുടെ കൈകളിൽ എത്തിയതും ആഗോള സുരക്ഷാ ഏജൻസികളെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വൻകിട ആയുധ മാഫിയയുടെ ഇടപെടൽ ഇതിന് പിന്നിലുണ്ടോ എന്നും വിദേശ ശക്തികൾ സംശയിക്കുന്നു. കടലിലെ അനിശ്ചിതത്വം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിടാൻ തുർക്കിയോ സൊമാലിയയോ തയ്യാറാകാത്തത് സങ്കീർണത കൂട്ടുന്നു. ഡ്രോൺ ആക്രമണങ്ങളും ആകാശ നിരീക്ഷണങ്ങളും തുടരുമ്പോൾ
കപ്പലിൽ കുടുങ്ങിയ 6 ഇന്ത്യക്കാരുടെ ജീവൻ കാത്തുരക്ഷിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ സമഗ്രമായ നീക്കം ഉണ്ടാകുമെന്നാണ് കുടുംബാംഗങ്ങളുടെയും കായിക വാണിജ്യ മേഖലകളുടെയും പ്രാർത്ഥന. റാഞ്ചപ്പെട്ട കപ്പലിന്റെയോ അതിലുള്ള 6 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയോ നിലവിലെ അവസ്ഥ എന്താണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സംഭവത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം സൊമാലിയൻ തീരത്തും ഏദൻ ഉൾക്കടലിലും അടുത്തിടെയായി കടൽ കൊള്ളക്കാരുടെ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാവികസേന മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ചെറുക്കുന്നതിനായി നാവികസേനയുടെ നിരവധി യുദ്ധക്കപ്പലുകളാണ് അറബിക്കടലിലും മറ്റുമായി വിന്യസിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസങ്ങളിൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയ നിരവധി കപ്പലുകളെയും അതിലുണ്ടായിരുന്ന ജീവനക്കാരെയും ഇന്ത്യൻ നാവികസേനയുടെ സംയോജിതമായ ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തിയിരുന്നു. സൊമാലിയൻ കടൽ കൊള്ളക്കാർക്ക് പുറമെ ഹൂത്തി വിമതരും ചെങ്കടൽ വഴിയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമുദ്രപാതയിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത്. MV ലുത്തൂഫ് കപ്പലിലെ ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ യുദ്ധസമാനം സാഹചര്യമുള്ള പല മേഖലകളിലൂടെയും കടന്നു പോകുമ്പോൾ ഇതിലൊന്നും പെടാത്ത കപ്പലിലെ ജീവനക്കാരെ സംബന്ധിച്ചും അവരുടെ ജീവൻ വളരെ അപകടത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും അബദ്ധത്തിലോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ തങ്ങൾ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും 100%. ഇത്തരത്തിൽ വളരെ സങ്കീർണമായ മേഖലകളിൽ നിന്ന് അവരെ തിരിച്ച് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും നാവികസേനയുടെയും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണ്. ഏതായാലും ഈ 6 പേരെയും എത്രയും വേഗം തന്നെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടാകും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. കുടുംബമടക്കം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്.